ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി മധുഹൂത്ത് ഉണ്ടാക്കില്ല. ഇതുപോലെ യമൻ സ്റ്റൈലിൽ അടിപൊളി ഒരു മധുഹൂത്ത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു 8 പീസാക്കിയിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 2 തക്കാളി പേസ്റ്റ് ചെയ്തത്, അതുപോലെ വഴുതനങ്ങ ഒരു വലിയ കഷ്ണം, അതുപോലെ ഉരുളക്കിഴങ്ങ് എണ്ണം ഇതേപോലെ സ്ലൈസ് ചെയ്തത്, പിന്നെ മത്തൻ ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 2 സൈസ്, അതുപോലെ സവാള കൊത്തിയരിഞ്ഞത്, ഒരു 2 ക്യാപ്സിക്കം റെഡും ഗ്രീനും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത്. ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ഇടാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ വീഡിയോകൾ ഇടുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സെക്ഷനായിട്ട് ആദ്യം വഴുതനങ്ങ ഞാൻ ഫ്രൈ ചെയ്തു, ഇനി ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം നെയ്യും അതുപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സവാള, ആ കൊത്തിയരിഞ്ഞ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കളറ് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ അതിലേക്ക് ലേശം നമുക്കൊരു കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ സവാള. അതിനുശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസുകൾ ആഡ് ചെയ്ത് വെക്കുക. ജീരകം, കറുവപ്പട്ട, ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. അതുപോലെ നമുക്ക് ഇഞ്ചി പച്ചമുളക് ചതച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ മത്തൻ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സോയാ സോസ് ഒരു 2 സ്പൂൺ കണക്കിന് അത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ തക്കാളി അരച്ചത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം പച്ചമുളക് അതും ലേശം കുരുമുളക് അതും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് മന്തി മസാല അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സ്പൂണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 സ്പൂണ് തൈര് അതും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും അതൊക്കെ ഇതിൻ്റെ മേലെ ഇതേപോലെ അടക്കി വെച്ച് കൊടുക്കുക. നന്നായിട്ട് നല്ല വൃത്തിയിൽ എല്ലാം ഉരുളക്കിഴങ്ങും പിന്നെ അതുപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. നന്നായിട്ട് കഴുകി 1 മണിക്കൂറോളം കുതിർത്തി വെച്ചത് അത് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കണക്കായിട്ട് വെള്ളം, നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 2 ഉണക്കനാരങ്ങ അതൊന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ മൂടി വെച്ചൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒരു വിധം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ശേഷം 3-4 പച്ചമുളക് അതിലൊക്കെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. അതേപോലെ പച്ചമുളകൊക്കെ ഇട്ട് ഇനി നമുക്ക് ദം ചെയ്യാം. ദമ്മൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ കൂടെ നിന്ന് 2-3 ഫ്രണ്ട്സുകളുണ്ട്. വെള്ളിയാഴ്ചയൊക്കെയാണ്. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. ബിസ്മില്ലാ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെന്ന് ഇന്ന് വരെ ഒരു ട്രീറ്റും കൂടെയാണ് അവർക്ക്. ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിച്ചതാണ്.
അപ്പോൾ അവരും കൂടെ അഭിപ്രായം പറയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ എല്ലാ സപ്പോർട്ടും തരിക. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേട്ടാ.